ആതിര എൻ്റെ കൂടെ ന്യൂസ് ഡെസ്കിലും ചെയ്യുന്നുണ്ട്. ആതിര, ജയചന്ദ്രൻ്റെ കരിയറിനെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? നിഷാദ്, വലിയൊരു വേർപാട് തന്നെയാണ് മലയാള സംഗീത അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീത ലോകത്തിന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചിരിക്കുന്നു. അർബുദബാധിതനായി ഒരുപാട് നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം. തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. 1944 മാർച്ച് 3 സംഗീതജ്ഞനായ രവിവർമ്മ കൊച്ചനൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായി, മൂന്നാമത്തെ മകനായി ആണ് പി ജയചന്ദ്രൻ ജനിച്ചത്. എറണാകുളം ജില്ലയിൽ രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത്. അന്നു തൊട്ട് ഇന്നുവരെ കഥകളി, മൃദംഗം, ചെണ്ടവായന എന്നിവയോടെല്ലാം അദ്ദേഹത്തിന് വളരെയധികം കമ്പമുണ്ടായിരുന്നു. പിന്നീട് ലളിത സംഗീതത്തിലും മൃദംഗവാദനത്തിലുമൊക്കെ നിരവധി സമ്മാനങ്ങളും ചെറുപ്പം മുതൽ അദ്ദേഹം നേടിയിരുന്നു. വലുതായി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ സംഗീതത്തോടുള്ള ആ ഒരു അഭിനിവേശം ഒരിക്കലും അദ്ദേഹം കൈവിട്ടിരുന്നില്ല. നിരവധി ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടി അദ്ദേഹം ഇന്ത്യക്ക് തന്നെ, നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ അഭിമാനമായി മാറി. അദ്ദേഹത്തിൻ്റെ നിരവധി ഗാനങ്ങൾ, നമുക്കൊരിക്കലും മറക്കാനാവാത്ത നിരവധി ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. അനുരാഗ ഗാനം പോലെ, മലയാള ഭാഷതൻ മാദക ഭംഗി, പ്രായം നമ്മിൽ മോഹം നൽകി എന്ന് തുടങ്ങി നിരവധി ഗാനങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്കും ഒപ്പം മറ്റ് ഭാഷകളിലുള്ള ഗാനങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ, ഇന്ത്യൻ സംഗീത ലോകത്തിന് തന്നെ അദ്ദേഹം നൽകി. 1967 പി വേണു സംവിധാനം ചെയ്ത ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിനു വേണ്ടി ബാബുരാജ് സംഗീതം നൽകിയ അനുരാഗ ഗാനം പോലെ എന്ന ഗാനം അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയിരുന്നു. നിൻമണിയറയിലെ മലയാള ഭാഷകൻ മാദക ഭംഗി തുടങ്ങി, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ തുടങ്ങി നിരവധി ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി തന്നത്. ഒരു തവണ പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡും 4 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകളും അദ്ദേഹത്തിന് നേടി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളം മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലെല്ലാം അദ്ദേഹം നിരവധി ഗാനങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. നാഷണൽ ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം അക്കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗ വായന, ലൈറ്റ് മ്യൂസിക് തുടങ്ങിയ നിരവധി ഇനങ്ങളിൽ അദ്ദേഹം സമ്മാനം നേടിയിരുന്നു. 1958 സംസ്ഥാന യുവജനമേളയിൽ പങ്കെടുക്കവേ ജയചന്ദ്രൻ തന്റെ സമകാലികനായ യേശുദാസിനെ കണ്ടുമുട്ടുകയും മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ അതേ വർഷം മികച്ച മൃദംഗ വിദ്വാനുള്ള അവാർഡ് അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. ഗായകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, മറ്റ് കലകളിൽ പോലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ അത്ര വലിയ മലയാള സംഗീത ലോകത്തിന് തന്നെ അത്ര വലിയ അദ്ദേഹത്തിൻ്റെ ഭാവമധുരമായ ആ ഒരു ശബ്ദം ആർക്കും മറക്കാനാവാത്തതാണ്. അത്രയധികം അദ്ദേഹം മലയാള സംഗീതത്തിൻ്റെ ആഴങ്ങളിൽ, അല്ലെങ്കിൽ മലയാളികളുടെ, ഇന്ത്യയിലുള്ള എല്ലാവരുടെയും മനസ്സിൻ്റെ ആഴങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗാനം, അദ്ദേഹത്തിൻ്റെ ആ മാസ്മരിക ശബ്ദം ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ആ ശബ്ദം ഇനിയും വരും തലമുറയ്ക്ക് കൂടി കൈമാറിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ ഇന്ത്യൻ സംഗീത ലോകത്ത് എപ്പോഴും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഓർത്തിരിക്കാവുന്ന തരത്തിലുള്ള ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വിട വാങ്ങുന്നത്. അർബുദബാധിതനായി നമുക്ക് അറിയാം, ഈ അവസാന കാലത്ത് തന്നെ അദ്ദേഹം ചില പരിപാടികളിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടിരുന്നു. അതിലെല്ലാം വളരെ അവശനായ രീതിയിൽ ആണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ ഏറെ നാൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ചികിത്സയിൽ ഇരിക്കെയാണ് അദ്ദേഹം നമ്മോട് വിടവാങ്ങിയത്. 1944 മാർച്ച് 3 അദ്ദേഹം ജനിച്ചത്. പിന്നീട് കുടുംബം തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറി. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാഠകം, ചാക്യാർകൂത്ത് തുടങ്ങി സംഗീതത്തിൽ മാത്രമല്ല മറ്റ് ഇനങ്ങളിലുമെല്ലാം അദ്ദേഹം വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു. അത്ര വലിയ ഒരു കലാകാരനെയാണ് ഇന്ത്യൻ സംഗീത ലോകത്തിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ നിരവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സംഗീത ലോകത്തിനും നൽകിയാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. നിൻമണിയറയിലെ മലയാള ഭാഷകൻ മാദക ഭംഗി, നീലഗിരിയുടെ സഖികളെ എന്ന് തുടങ്ങി നിരവധി ഗാനങ്ങൾ, തമിഴിലാണെങ്കിൽ മണിപ്പയൽ
തങ്കച്ചിമിഴ് പോൽ എന്നിങ്ങനെ തുടങ്ങി നിരവധി ഗാനങ്ങൾ, രാഗം ശ്രീരാഗം എന്ന ഗാനത്തിലൂടെ 1970 അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചു. 85 ജി ദേവരാജൻ സംഗീതം നൽകിയ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിന് പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. നിറം എന്ന ചിത്രത്തിൽ നമുക്കറിയാം വളരെ ഇന്നും ഇപ്പോഴത്തെ പുതുതലമുറ അടക്കം ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഗാനമാണ് പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള ഗാനം. വളരെ പ്രധാനപ്പെട്ട കാര്യം, തുടക്കത്തിൽ ആദ്യം പറഞ്ഞ പോലെ അനുരാഗ ഗാനം പോലെ എന്ന പാട്ട് 60കളിൽ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു തലമുറയുടെ പാട്ടാണ് പ്രായം നമ്മിൽ മോഹം നൽകി എന്ന പാട്ട്. അതും കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വന്നാലാണ് നമ്മൾ കണ്ടത് ഈ പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മല, ഈ റീസെൻ്റ്ലി വന്ന പാട്ടാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാ തലമുറകളെയും അടയാളപ്പെടുത്തുന്ന ഹിറ്റുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരവ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തുമാത്രം ഇപ്പോൾ നമ്മുടെ തലമുറയ്ക്ക്, എൻ്റെ തലമുറയ്ക്ക്, പിന്നെ കഴിഞ്ഞാൽ ഇപ്പോൾ ആതിരയുടെ തലമുറയ്ക്ക്, അതിലും പിന്നോട്ട് പോയാൽ നമ്മുടെയൊക്കെ എന്താ പറയുന്നത്, നമ്മളെക്കാൾ മുതിർന്നവരായിട്ടുള്ള ആളുകളുടെ എല്ലാ തലമുറകളേക്കും കാലത്ത് ഹിറ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാൾ. അല്ലാതെ അദ്ദേഹം ഔട്ടായി പോയിട്ടേ ഇല്ല, ഔട്ട്ഡേറ്റഡ് ആവുകയും ചെയ്തില്ല. എല്ലാ തലമുറകളുടെയും കാലത്ത് ഹിറ്റായി നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായും അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരുപാട് ഗായകർ ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴുള്ള സംഗീതത്തിലുള്ള ഇപ്പോഴുള്ള പാട്ടുകളൊക്കെ റീലുകളായും നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറും ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇപ്പോഴും നമ്മൾ റീലുകളായും അല്ലെങ്കിൽ മറ്റ് ഇതിലെല്ലാം നമ്മൾ ഷെയർ ചെയ്യാറും അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അതെല്ലാം ഏറ്റുപാടാറും എല്ലാം ഉണ്ട്. അത്തരത്തിൽ തലമുറകൾ കൈമാറി വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ മധുര സ്വരമാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ സ്വരം എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല. ഉടൻ തന്നെ പറയുന്നത് ജയചന്ദ്രനാണെന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ആ സ്വരം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മധുരമായ സ്വരം എന്ന് പറയുന്നത് ഒരിക്കലും മലയാളി മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീത ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. നിരവധി ഗാനങ്ങൾ, വെള്ളിത്തേൻ കിണ്ണം പോൽ, പിന്നെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് എന്നുള്ള ഗാനം, അങ്ങനെ നിരവധി ഗാനങ്ങൾ, മയങ്കിനേൻ സൊല്ല തയങ്കിനേൻ, അങ്ങനെ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം അദ്ദേഹം നൽകിയ ഗാനങ്ങൾ എപ്പോഴും ഇന്നും ആളുകൾ ഏറ്റുപാടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി പൂവ എടുത്തു ഒരു താലാട്ടു ദേവാനം, അങ്ങനെ നിരവധി ഗാനങ്ങൾ തമിഴിലും അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. എ റഹ്മാൻ സംഗീതം നൽകിയ കിഴക്കു ചീമലയിലെ ചിത്രത്തിലെ ഗാനം ആലപിച്ചതിൻ്റെ പേരിൽ മികച്ച ഗായകനുള്ള തമിഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1997 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡിന് അദ്ദേഹം അർഹനായി എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഉള്ള മറ്റ് ഇന്ത്യൻ സംഗീത ലോകം തന്നെ അദ്ദേഹത്തിനെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ നിഷാദ്.